ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ വൈറ്റി. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ പുതിയ ഒരു കാർ പർച്ചേസ് ചെയ്യാൻ പോകണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 10 ലക്ഷം കയ്യിലുമുണ്ട്, 10 ലക്ഷം 12 ലക്ഷം നമ്മുടെ ബാങ്കിലുമുണ്ട്. അതുകൂടി ബാങ്കിലേക്ക് ആഡ് ചെയ്യാം. ഡെപ്പോസിറ്റ് 10 lakhs. ലെറ്റ്സ് ഗോ. എത്രയുണ്ട്? 22,50,000 രൂപ നമ്മുടെ ബാങ്കിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിയ വണ്ടി നമുക്ക് നേരെ പർച്ചേസ് ചെയ്യാം. കുറേ വണ്ടികൾ നമ്മൾ ലിസ്റ്റിൽ ഇട്ടുവെച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നമുക്ക് അത് പർച്ചേസ് ചെയ്യും. ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ പേരറിയില്ല, GT മാത്രം വായിക്കാൻ അറിയാം. മറ്റേ തെറ്റിപ്പോൾ വായിച്ചാൽ ഇതുകൊണ്ട് വായിക്കുന്നില്ല. അപ്പോൾ നേരെ നമ്മുടെ വണ്ടി എന്താക്കാം, പർച്ചേസ് ചെയ്യട്ടോ. നമുക്ക് ഏത് കളറിലാണ് എടുക്കാം? ബ്ലൂ വേണ്ട, നമുക്കൊരു റെഡ് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഓൾവേസ് നമ്മുടെ ഗ്യാരേജ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്ത്. നമ്മളെ കയ്യിലിപ്പോൾ ബാക്കി 9 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും എക്സിറ്റ് ആവുന്നതിന് മുമ്പ് ഒരു കാർ എടുത്തിട്ട് എക്സിറ്റ് ആവാം. എന്നാൽ 2 റൗണ്ട് ഓട്ടാം. നമുക്ക് പുതിയ കാറുകളിലേക്ക് പോവാം. സെക്കൻഡ് ബേസ്മെൻറ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് ഈ കാർ എടുക്കാം. കുറേ ആയി എടുത്ത്. ഇതല്ല MK എടുക്കുന്നു. ഇവിടെ 2 കാറ് കാണുന്നില്ലല്ലോ. ഓക്കെ, നമ്മളെ കാർ എത്തിയിട്ടുണ്ട്. കാർ നേരെ എടുക്കുക, ഫുൾ അപ്ഗ്രേഡ് ചെയ്യുക. ഏത് തീമാന്നൊക്കെ നമ്മൾ നോക്കണം. നല്ലത് ഇതാ കാർ. കാർ ഇവിടെ എത്തി. എന്നപ്പോൾ ഏതൊരു കാർ മിസ്സിങ് ഉണ്ടല്ലോ. ഇതേതാ സ്ഥലം? ഇത് 2ാം തൊട്ടാണല്ലോ. എന്താ പറ്റി? ഒരു മിനിറ്റേ, ഇൻഷുറൻസിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഏതൊരു കാർ മിസ്സിങ് ഉണ്ട്. അങ്ങനെ അപ്പോൾ മിസ്സിങ് ഇല്ലേ? നമ്മുടെ സൈഫർ എവിടെ? BM എവിടെ? 3ാം തൊട്ട് പോയോട്ടെ കേട്ടോ. BM കാണുന്നില്ല. BM-ന്റെ ലൊക്കേഷൻ ആയിരുന്നത്. BM 3ാം നാട്ടിലുണ്ടോ നോക്കട്ടെ. ചിലപ്പോൾ 3ാം നാട്ടിലേക്കും. ഇവിടെ ഇല്ലല്ലോ. BM എവിടെ? BM എനിക്ക് വേണമെങ്കിൽ പണി കിട്ടി കിടക്കും. പോലീസ് പിടിച്ചില്ലെങ്കിൽ പോലീസ് പിടിച്ചില്ലല്ലോ. ഇൻഷുറൻസിന് വിളിച്ചോക്കട്ടെ. എടുക്കില്ലല്ലോ. പണിയില്ല. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തായാലും വിളിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ തൽക്കാലം സെക്കൻഡ് ഫ്ലോർ പോയിട്ട് സെക്കൻഡ് ബേസ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് ഫുൾ അപ്ഗ്രേഡ് ചെയ്യട്ടോ. അത് കാണാൻ ലുക്കനാട്ടോ. ആ സൗണ്ട് നോക്കിയാ നമുക്ക് നേരെ പോവാം. സമയമില്ല. നമുക്ക് തൽക്കാലം ലാസ്റ്റ് ലൊക്കേഷൻ ലെസ്കാർമേറ്റ് വെക്കാം. എന്നിട്ട് എന്നാലും സ്പീഡ് കഴിയും. മറ്റേ എനിക്കാണ് ഇൻഷുറായി എടുക്കാൻ തോന്നുന്നുണ്ട്. വണ്ടി പൊട്ടീൻ്റെ ആദ്യം ഡിസ്ട്രോയ് ആയിണ്ടാവും. നമ്മൾ LS എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി താഴത്തുള്ളത്. എവിടെ കാണുന്നില്ലല്ലോ. അതാ അപ്പുറത്തുള്ള. Let's go. ബെനഫാക്ടർ GT 24 ഉണ്ട്. നമുക്ക് ഓരോന്നിച്ച് പെട്ടെന്ന് ചെയ്യാം. ലുക്ക് ഓക്കെ, ഫുൾ അപ്ഗ്രേഡ്. ബ്രേക്ക്
ബമ്പർ ടോപ്പിലുള്ള ബമ്പർ നോക്കട്ടോ. ഓക്കെ, ഏതാ ഏതാ നമുക്ക് എല്ലാം ടോപ്പ് തന്നെ വെക്കാം. എല്ലാം ടോപ്പ്. ഇത് നോക്കിയാ ഡബിൾ ഡബിൾ ഡബിൾ. എന്താ ഫുള്ള് വെക്കട്ടോ. റൈസിങ് ഫുള്ള് വെക്കാം. നമുക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നല്ല എൻജിൻ ഇപ്പോൾ സൗണ്ട് കേൾക്കാം. സൗണ്ട് ശ്രദ്ധിച്ച് ഞാൻ എക്സോസ്റ്റ് കാണുന്നില്ല. അത് ഏടെ എക്സോസ്റ്റ്? സൈഡിലാ? ബേസ്മെൻ്റ് വെഹിക്കിലാണുള്ളത്. പിന്നെ ഉള്ളതാ ഈ സൈഡിൽ. പിന്നെ ഉള്ളതാ ഇതുപോലെ. പിന്നുള്ളത് ഇങ്ങനെ. ഇത് രസമല്ല, നമുക്ക് ഇത് മതി. ബേക്ക് തന്നെ രസം. സെക്കൻഡറി ഐക്കൺ. ഹുഡിൽ ഏതോന്ന് ഞാൻ കണ്ടിരുന്നു. നോക്കട്ടെ. ഈ ഹുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹുഡാണ് ഞാൻ കണ്ടതിൽ. ഇതും എവിടെയും ഇത് വേണ്ട, ഇത് വെക്കാം. ഇത് അല്ലെങ്കിൽ നമുക്ക് അതാണ് മതി. നെക്സ്റ്റ് ഹോൺ വേണ്ട. ലൈറ്റ് നിയോൺ ലൈറ്റ്, സിയോൺ ഫുൾ കളർ ലാസ്റ്റ് കൊടുക്കാം. ലിവർ പിന്നെ കൊടുക്കാം. മിറർ ഫുൾ കളറല്ല, മിറർ നമുക്ക് പ്രൈമറി മിറർ കൊടുക്കാം. നല്ല കളർ കിട്ടും നമുക്ക്. നമ്പർ പ്ലേറ്റ് ഇതും ലാസ്റ്റ് കൊടുക്കാം. റൂഫ് അതിക്ക് ഇഷ്ടപ്പെട്ടോ. സെക്കൻഡറി എന്താ ചെറുത് വ്യത്യാസം? ഇപ്പോൾ സെക്കൻഡറി ആയിട്ട് കൊടുക്കാം. വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവില്ല. മാഞ്ഞാളം കാട്ടണ കണ്ട. ഇതാണ് പ്രധാനപ്പെട്ട സാധനം. ഇത്രയും വലുപ്പം വേണ്ട. എന്തോന്നത്? ഇതിലേതോ നോക്കാം. ഇതെന്താ വ്യത്യാസം രണ്ടും? സെക്കൻഡറി റൈസ് സ്പോയിലർ, പ്രൈമറി. ഇതെന്തോന്ന് പുതിയ സാധനം? പേരാ ഗ്ലോബ്. ഇതൊക്കെ പേര കൊടുക്കാൻ. സസ്പെൻഷൻ, റൈസ് സസ്പെൻഷൻ. കുറെ ടൈറ്റ് ഉണ്ട്. ഫുൾ സൂപ്പർ ട്രാൻസ്മിഷൻ, ടെർബോ, വീൽസ് അയ്യോ പച്ച, നീല, ഒന്നും എനിക്ക് പിടിക്കൂല. അതാ സീന്. റെഡേ എനിക്ക് റെഡി ആവുള്ളൂ. ഇത് രസമുണ്ടല്ലേ പച്ച. റെഡ് കൊടുക്കാം തൽക്കാലം. ടയർ ഡിസൈൻ ഓൾവേസ്
എൻഹാൻസ്ഡ് ബുള്ളറ്റ് പ്രൂഫ് സ്മോക്ക് ലാസ്റ്റ് വിൻഡോ ഓ കഴിഞ്ഞു. ഇനി നേരെ ലിവറി. ലെറ്റ്സ് ഗോ. എന്തൊക്കെ ലിവറികളാണ് ഉള്ളത്? ഒന്ന് ഈ ലിവറി ഉണ്ട്, 2 കളറുള്ള ലിവറി, 3 പകുതി കളറ്. ഓക്കെ, ഇത് ലുക്കായിട്ട്, അത് ലുക്കനായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്തോന്നറിയ ഇത് ഇതെന്തോന്ന് കളറ്? ഏത് മൂഡ് സാധനം. ഓക്കെ, എന്താ റൂഫ് വന്നില്ലല്ലോ? റൂഫ് ഇതിൽ വന്നില്ല. ഒരു മിനിറ്റ്, ഹുഡല്ലേ റൂഫ്? ഏതാ പ്ലേറ്റ്? റൂഫ് പ്രൈമർ ഇട്ടിട്ട് ലിവർ ഇട്ട് നോക്കട്ടെ. ഒരു മിനിറ്റ്, വെറുതെ അല്ല കണ്ണാപ്പി സാധനം ഇത് ഇറക്കിനെങ്കിൽ പ്രൈമറിയാ വേണ്ടതല്ലേ. ഇതല്ലെങ്കിൽ പിന്നെ ഏതാ? പിന്നെ ഇതാണുള്ളത്. എടുത്തും കൂടെ കാണണം. അപ്പോൾ ഇത് തന്നെ നിൽക്കട്ടെ. ബോറാവോ? എനിക്കവിടെ കണ്ടിട്ടൊരു ബോറിങ് ഉണ്ട് അല്ലേ കളറ്. അല്ല ഇത് വെക്കാം. ഇത് കുറച്ചുകൂടി നമുക്ക് ആദ്യമോ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയ്റ്റിൽ ഏത് കൊടുക്കാൻ അറിയാം? ബ്ലാക്ക് കൊടുക്കണം. എന്നിട്ട് ലിവറിയിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് പൊളിയല്ലേ? സ്റ്റാൻഡേർഡ് ആയില്ലേ? അല്ല പിന്നെ ഇത് വണ്ടി ലുക്കനാക്കാം. ലുക്കൻ അല്ല ഇത് വെക്കാം. ഇതും അത്യാവശ്യം മറ്റേനെ പോലെ തന്നെ ഉണ്ടെങ്കിൽ പോലും ലുക്കായിട്ടുണ്ട് കളർ അല്ലേ. നമുക്ക് ഇതെടുത്താലോ? റെഡ്. ലെറ്റ്സ് ഗോ. മണയില്ലേ മറ്റേ ഇത് വേണേ നമുക്ക് വേറെ കളർ വെച്ച് നോക്കാം. ഐസ് വൈറ്റ്. ഇല്ലല്ലേ, ബ്ലാക്ക് തന്നെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല കളർ. ലിവറി വേറെ ലിവറി ഒന്നും ഇല്ല മെയിനായിട്ട്, അതാ പ്രശ്നം. ഇത് കിടക്കട്ടെ അല്ലേ കളറ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കുറച്ച്. എന്നിട്ട് നമുക്ക് ഈ കളർ എന്താക്കാം? പ്രൈമറിയിൽ മെയ്റ്റ് വേറെ കൊടുത്തോക്കാം. വൈറ്റ്. യാപ്പേ നല്ല ചേരുന്നില്ലേ? ബ്ലാക്ക് ടു വൈറ്റ്, നീല. ഐസ് വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഐസ് വൈറ്റ് കിടക്കട്ടെ. അതുപോലെ നമ്മളെ സെക്കൻഡറി കളറും ഐസ് വൈറ്റ് തന്നെ. ഐസ് വൈറ്റ് തന്നെ കിടക്കട്ടെ. അതുപോലെ നമ്മളെ ഈ സ്പോയിലർ ഇത് മാറ്റിയിട്ട് പ്രൈമറി വേണ്ട തന്നെ നിൽക്കട്ടെ. പിന്നെ എന്തോന്ന് കിട്ടണമല്ലോ? ലൈറ്റ് നിയോണിൽ നമുക്ക് ഏതാ കൊടുക്കയില്? ഗ്രീന്. ഇതോ കളറ് അത് അടിപൊളിയല്ലേ? മതി. വേറെ വേണോ? ഹോട്ട് പിങ്ക് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. 6000. ഇനി നമ്മുടെ റൂഫ്, സ്കിറ്റ്, സ്പോയിലർ, സസ്പെൻഷന്, വീല്
ടയറ്, സ്മോക്ക് ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, യെല്ലോ, പർപ്പിൾ, ഓറഞ്ച്, പിങ്ക്, ബ്രൗണ്, യെല്ലോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയാ കളർ മതി തൽക്കാലത്തിന്. വണ്ടി ഒന്ന് റേസ് ചെയ്ത് നോക്കാം, എന്നിട്ട് നേരെ പുറത്തിറക്കാം. നോക്കിയാ റേസ് ചെയ്യുമ്പോൾ ഏത് മൂഡ് സാധനം. ഏതാ സൗണ്ട് പോനെ. ഇന്റീരിയർ നോക്കട്ടെ, നോർമലാണ്. ഡബിൾ സീറ്റ് അല്ലേ, മറ്റേ ഫുൾ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഓട്ടി നോക്കട്ടോ. കുറച്ച് പരന്നുണ്ടാണ് വണ്ടി. അതോ വണ്ടി കുറച്ച് പരന്നുണ്ടാണുള്ളത്. ഒരു ഗർജിക്കുന്ന മാതിരി സൗണ്ട്. ലെറ്റ്സ് ഗോ. സൈഫർ ഇടാൻ തപ്പണം ഇനിയിപ്പോൾ. സൈഫർ ബി നമ്മൾ കാണുന്നില്ല. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ, സെറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത നല്ല ഒരു കിണ്ണങ്കാച്ചി കാറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.